ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അപ്പോൾ എന്താ പറയേണ്ടതെന്ന്, അപ്പം നമുക്കിന്ന് രാവിലെ ചായ കുടിച്ചിട്ടാണ് തുടങ്ങാല്ലേ. നിങ്ങൾ പണിയുടെ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടല്ല, ചാർജും ചെയ്യുന്നില്ല, ഫോൺ കുത്തിവെച്ച് ഇന്നലെ രാത്രി ചാർജ് സ്വിച്ച് ഓഫ് ആയിട്ടാണ് കിടന്ന് തുടങ്ങിയത്. അതുകൊണ്ട് ഫോൺ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ നല്ല ദോശ ഉണ്ടാക്കി, ചട്നി 3 തരം ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ, നല്ല ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചാള തന്നെയാണ്. അപ്പം ചാള മീൻ നന്നാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ്. ചാള നന്നാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറടുപ്പത്തായിട്ടുണ്ട്. എല്ലാവരും ചാടിച്ചു, ഞാൻ മാത്രം ചാടിക്കാനുള്ളൂ. ഞാൻ മാത്രം ചാടിച്ചു, എനിക്ക് വിശക്കണില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബാബി കഴിച്ച്, കുട്ടികൾ ഹോസ്റ്റൽ നഴ്സറി പോയി അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവാണ്. നല്ല ദോശ കണ്ടോ, നല്ല ചൂട് കൊടുക്കണ ബാബിയുടെ ബാക്കി മാവിലുള്ള ദോശ ചൂടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കൊടുന്ന് ഇങ്ങനെ ഇതിലിടുകയാണ്. ഇത് ഒരു ചട്നി, ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഈ ചട്നി ഉണ്ടെങ്കിൽ ദോശയല്ല ഇഡ്ഡലിയൊക്കെ നല്ലപോലെ പോകും. പിന്നെ ഇതേ വേറൊരു മസാല, ഇത് ഉരുളൻകിഴങ്ങിൻ്റെ മസാലയാണ് കേട്ടോ. ഞങ്ങളവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ ഇത് നമ്മുടെ ചുമ മാറണില്ല ഗൈസ്, ഭയങ്കര ചുമ. നമ്മളെ തേങ്ങാ ചട്നി പിന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മട കോളൊന്നാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം രാവിലെ എണീറ്റിട്ട് കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ കണ്ടത്. നമ്മളെ ദോശ കരച്ച മാവെല്ലാം ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഓസിൽ മോനെ അങ്കണവാടി നമ്മുടെ നേഴ്സറിയിലേക്ക് കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ലേസൊക്കെ മേടിച്ചിട്ട് എല്ലാ ബേബിയും അവരൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങളിപ്പോൾ നേരെ പോവാൻ നിൽക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതേ ബസ് കയറിയിട്ട് ഞമ്മളിപ്പോൾ 3 വീടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരാളും കൂടി നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഈ ഒരു വ്യക്തി അവളെ വീടിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന കൂടിയിട്ട് കയറിയത്. നിശ്ചയമാണ്, വേറെ ആരുമല്ല. അപ്പം ഞങ്ങൾ നേരെ പോണത് എവിടേക്കാന്ന് വെച്ചാൽ 3 പീടികയിലാണ് കേട്ടോ. 3 പീടിക ഭയങ്കര പോക്കായിപ്പോൾ അങ്ങോട്ടേക്ക്. കാരണം 1, 2, 3 വട്ടമായി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോണത്. വേറെ ഒന്നുമല്ല, ഞാൻ ഫോൺ എടുത്തത് 3 പീടിക ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 1 മാസത്തിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വന്നിട്ട് ഇട്ടാൻ പറ്റാണ്ട് പോയതാണ്. കാരണം കറണ്ട് പോയിട്ട്. അതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ആളിവിടെ ഇല്ലാണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ കറണ്ട് ഇല്ല, അതുപോലെ സ്ക്രീൻ കാർഡ് പൊട്ടി, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വന്നപ്പോൾ ഞാൻ കൈയോട് ഇടിപ്പിച്ചെന്ന് ഇട്ട് തന്നു. പക്ഷേ നമ്മളെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിട്ടപ്പോൾ നമ്മുടെ പൗച്ചിന് കുറച്ച് എഡ്ജൊക്കെ പൊന്തിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ കട്ട് ചെയ്തിട്ട് ശരിയാക്കിയിട്ട് തന്നു കേട്ടോ. അല്ലെങ്കിൽ സ്ക്രീൻ കാർഡ് എന്തോ ആവുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരതിൻ്റെ സ്ക്രീനല്ല, അതിൻ്റെ പൗച്ച് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ടാണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ പൗച്ച് വെറുതെ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതാണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മളെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് അൽഹംദുലില്ലാ ശരിയായി കിട്ടി. ഇനി പേടിക്കാണ്ട് നമുക്ക് ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇനി ഇവിടുന്ന് നേരെ പോണത് നിച്ചൻ്റെ വീട്ടിലോട്ടാണ് പോണത്. അവൾ ആദ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് അവൾക്ക് ഐഷുവിനായിട്ട് പുറത്ത് പോകണം, അവളെ ഹസ്ബൻഡ് അത് ഇമ്പൂർ ലീവിലാണ്. അപ്പോൾ കുട്ടീനായിട്ട് പുറത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു ഞങ്ങൾ ഈവനിങ് പുറത്ത് പോകണം, ഐഷുവിനെ പാർക്കിൽ അവിടെ കൊടുക്കുക കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വന്നില്ല. അപ്പം ഞാനൊറ്റക്ക് ഞങ്ങളിങ്ങി പോണത് തൃശ്ശൂർക്കാണ് കേട്ടോ ഗൈസ്. അപ്പം എനിക്ക് വാടാനപ്പള്ളിയിൽ ഇറങ്ങണം, തൃപ്രയാർ ഇറങ്ങണമെന്നല്ല, വാടാനപ്പള്ളിയിൽ നിന്നാണ് തൃശ്ശൂർക്കുള്ള ബസ് കയറാറ്. അപ്പം എനിക്ക് വരെ തൃപ്രയാറിൽ നിന്നും കിട്ടും എന്നാണ്. അപ്പോൾ ഞങ്ങൾ തൃപ്രയാറിന് ബസ് കയറി. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ തൃശ്ശൂർ മദറിലോട്ടാണ് വന്നത്. നമ്മുടെ ഉപ്പാനെ റൂമിലേക്ക് ഓടുന്നത്. അപ്പോൾ ഉപ്പാനെയും കാണാം. അതുപോലെ എൻ്റെ ആദമിനെ കണ്ടിട്ട് ഞാൻ കുറേ ദിവസമായി, സത്യം 5-6 ദിവസമായി എൻ്റെ ആദമിനെ കണ്ടിട്ട്. ആദം ഉമ്മയുടെ കൂടെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്തില്ല. അപ്പോൾ അവനെ കാണാനിട്ട് കുറേ ദിവസമായി. അതേ ഉപ്പാനെ കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മൂപ്പരാൾ കേട്ടു കേട്ടോ. അത് കേട്ടപ്പോൾ മൂപ്പരാൾ നൈസായിട്ട് വേഗം ജാഷിക്കയുടെ കൂടെ വീട്ടിലേക്ക് മുങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ മൂപ്പരാൾ പോവില്ല. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഇവിടെ പകുതി എത്തിയപ്പോഴത്തേനും മൂപ്പരാൾ ഇവിടുന്ന് പോയി. അപ്പോൾ അവനെ കാണാൻ പറ്റിയില്ല. കുറേ ദിവസം അവനിങ്ങനെ കാണാണ്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. അതായിട്ടാണ് ഇത്രയും ദിവസം അവനെ കാണാണ്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കേണ്ടത് എല്ലാം ബേബി ഇവിടുന്ന് മാറിയോ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ബേബി അൽഹംദുലില്ലാ മറ്റേത് കൊടുത്തപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ആടലോടകം അതൊക്കെ ഉണ്ടല്ലോ. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ കുട്ടിയാണ്, മാഷാ അല്ലാഹ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ആടലോടകയും കഞ്ഞിക്കുറിക്കയും തുളസിടലൊക്കെ ഞാൻ ഇത് ആ ഒരു ദിവസം മുഴുവൻ ഞാനൊരു 3 പ്രാവശ്യം കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ നീര് പിഴിഞ്ഞ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ജസ്റ്റ് വെള്ളമാക്കിയിട്ട് ആ വെള്ളവും കുടിക്കാൻ കൊടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ ആ ജലദോഷവും ചുമയൊക്കെ മാറിയിട്ടോ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ എൻ്റെ മോള് നടക്കാൻ വേണ്ടിയിട്ട് നടക്കണം കേട്ടോ. വേറെ എവിടേക്കുമല്ല, നമ്മൾ ഇവിടെ തന്നെ ലേബർ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറേ ടോയ്സും ചോക്ലേറ്റും മിഠായി എല്ലാം ഉള്ളൊരു ഷോപ്പുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞു ക്യാൻറ്റീൻ പോലെ. അപ്പോൾ ഞങ്ങൾ കണ്ട് ചായ അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചായ മേടിക്കാൻ വേണ്ടിയിട്ട് അവളിട്ട് വന്നതാണ്. പിന്നെ ഒരു 10 രൂപയുടെ നല്ലൊരു ക്രീം ബണ്ണും കിട്ടും ഇവിടെ, അതും ഇടിയടിക്കാമെന്ന് വെച്ചാണ്. അപ്പോഴാണ് ഗൈസ് ഇവിടെയാണ് ഞാൻ എൻ്റെ ആദ്യമേ ഡെലിവറി കഴിഞ്ഞത്. ഇതിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇതിൽ കൂടെയാണ് വന്നത്. പോയത് തീരാണെങ്കിലും വന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടെയാണ് ഞാൻ വന്നത്. അങ്ങനെ ഇത് നിങ്ങൾ എല്ലാം ടോയ് കണ്ടപ്പോൾ ടോയ് വേണമെന്ന് അങ്ങനത്തെ യെല്ലോ ബേബിക്ക് ഈ ഒരു ടോയ്. മറ്റേത് എനിക്കിഷ്ടമായത് മറ്റേ പുഴു വലിയ ഇഷ്ടമായില്ല. അപ്പം ഞാൻ ഈ ഒരു ടോയും അതുപോലെ തന്നെ ഈ കാറും അതുപോലെ പ്ലെയിനും വേറൊരു കാറും കൂടിയിട്ടോ ഈ ടോയ്സൊക്കെ നമ്മൾ മേടിച്ചാണ് കേട്ടോ. ഞാൻ എന്താണെന്നാണ് ഇങ്ങനെയൊക്കെ മേടിക്കണമെന്നില്ല, ഞാനല്ല കേട്ടോ, എൻ്റെ സിസ്റ്റർ മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചാണ്. താത്ത കണ്ടപ്പോൾ എന്നോട് മേടിക്കാൻ വേണ്ടത് അങ്ങനെ മേടിച്ചാണ് കേട്ടോ. അതിൽ യെല്ലോ ബേബിക്ക് ഇഷ്ടമായത് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് അത് ചേഞ്ച് ചെയ്തു കഴിച്ചു. പിങ്ക് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂ എടുത്തിട്ടോ. ഇതിനൊരു ചിറകൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ യെല്ലോ ബേബി ഒരു ഉമ്മമാനെ കണ്ടപ്പോൾ ഉമ്മമ്മ വിളിച്ചിട്ട് ഉമ്മമാക്ക് കൊടുക്കുകയും അവൾ പിന്നെ പറയണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയണ്ട, അവൾ എല്ലാവരോടും നടന്ന് കമ്പനിയാണ് പറയാറുണ്ട് കേട്ടോ. എന്താ പറയുക, ഇന്നൊരു നേഴ്സിൻ്റെന്ന് അവൾ നടന്നു പോകുമ്പോൾ ഒരു നേഴ്സ് അവളെ തലമുന വെറുതെ തൊട്ടത്. അപ്പോൾ ആ നേഴ്സിൻ്റെ ഫയലിട്ട് തട്ടിപ്പറിച്ചവൾ. അതുപോലെ ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ കാണാം ഓരോ ഉമ്മമാരെയും ഓരോ താത്താരെ മുഖത്തൊക്കെ തൊടുക അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് അവൾക്ക്. അവളെല്ലാവരോടും നല്ല കമ്പനിയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ഇതെല്ലാം ടോയ്സൊക്കെ വീട്ടിൽ കഴിഞ്ഞ് അതൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ നല്ല ചൂട് ചായയും അതുപോലെ ഞാൻ നല്ലൊരു ക്രീം ബണ്ണും നല്ല ടേസ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളവിടെ കിട്ടണില്ല കേട്ടോ, അത് ഇവിടെ കിട്ടണത്. അപ്പം ഞങ്ങൾ ഇതൊരു ക്രീം ബണ്ണും ഒരു നല്ല ചായയും മേടിച്ച് ഞാനൊരു എല്ലാം കൂടി ചായ കുടിച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 11 മണിയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ ഉമ്മയും മോളും കൂടി ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഉപ്പാനെ റൂമിലേക്ക് കൊണ്ടുവന്ന കാരണമാണ് ഞാൻ നിന്നത്. പിന്നെ ഒരു കണക്കിന് ആദ്യം പോയത് നന്നായി, എല്ലാം കൂടെ ഫുൾ ബഹളവും. പിന്നെ ഒരാൾ വരണുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഇവിടുന്ന് വേഗം ഓടിയത് കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും പോവില്ല, മൂപ്പരാൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തോ കുറേ ദിവസമായാലും അവനെ കണ്ടിട്ട്. ഇപ്പം ഇങ്ങനെ ഞാൻ മാറി നിന്നിട്ടില്ല, 1-2 ദിവസം മാക്സിമം ഞാൻ അവനായിട്ട് മാറി നിന്നിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് അവൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ ബേബി ചെയ്യണ കുർത്തക്കേട് കണ്ടില്ല, ഓരോ വാതിലിൻ്റെ അവിടെ പോയിട്ട് മുട്ടിയിട്ട് കാണിക്കണ അഹമ്മദിയാണ് ഈ കാണുന്നത്. ഭയങ്കര പോക്കിരിയായിട്ടുണ്ട് ഇപ്പോൾ. ചെറിയ പോക്കിരൊന്നുമല്ല, നല്ല കുറുമ്പ്, പക്ഷെ നല്ല രസമുള്ള കുറുമ്പാണ് കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഓരോ പേർക്ക് കുറുമ്പ് ഓരോ വേർഷനാണ്. എന്താ പറയുക, ഓരോരുത്തർക്ക് നാശനഷ്ടം ഉണ്ടാക്കൽ, പിന്നെ ഓരോരുത്തർ സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാക്കുന്നതിൻ്റെ മോളാണ് കേട്ടോ. എല്ലാം നല്ല എല്ലാ മുക്കിലും പോയിട്ട് കൈ എത്തിയിട്ട് ഒക്കെ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ആർക്കും കിട്ടാത്ത മുതൽ അവളെ കയ്യിലിട്ട് അത് നശിപ്പിച്ചാണ് തരും. അപ്പോൾ നമ്മുടെ വീടിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.